നോക്കണ്ട. രാവുണ്ണിയുടെ കടയിലേ ഗ്യാസ് ഇല്ല. ഇതെന്താ വാസു, ഇന്ന് മൊത്തം ഈ പച്ചവെള്ളം കുടിച്ച് വയറ് നിറയ്ക്കണം. ഒരു ചായ തന്നു. എവിടുത്താ സാറേ, പച്ചവെള്ളമേ ശരണം. ചായ ഇടണമെങ്കിൽ അടുപ്പ് പോയണ്ടേ? വിറകില്ല, മണ്ണെണ്ണ ഇല്ല, ഗ്യാസ് ഇല്ല, ഒന്നുമില്ല. എല്ലാ ചായക്കടയുടെ ഫ്രണ്ടിലേ വലിയ ബോർഡ് വെച്ചിട്ടുണ്ട്, ഗ്യാസ് തീർന്നു. അതെന്താ അങ്ങനെ? ഇവിടെ ഇലക്ഷൻ ചൂടല്ലേ? ഈ ഗ്യാസ് തീർന്നുകൊണ്ട് സിറ്റിയിലൊക്കെ പൊതുവെ ആൾ കുറവാണ്, അത് നമുക്കറിയാം. പക്ഷേ എവിടെ നോക്കിയാലും നമ്മുടെ പരിപാടിക്ക് ആൾ കൂടുതല, നല്ല ആളുണ്ട്. അത് പിന്നെ നാട്ടുകാർക്കെല്ലാം അറിയാലോ സാറേ. എന്നാലും സാറേ, എവിടെ കിടക്കുന്ന ഇറാനിൽ യുദ്ധം നടന്നാൽ നമ്മളെ അടുക്കളയിൽ എന്താ ഗ്യാസ് കത്താത്തത്? എവിടെയോ കിടക്കുന്ന ഇറാനൊന്നും പറയരുതേ. അത് അഭിലാഷ് പറഞ്ഞാലും രമേഷ് പിഷാരടി പറഞ്ഞാലും ആര് പറഞ്ഞാലും അതിവിടുത്തെ ഭരിക്കുന്ന ബുദ്ധിജീവികൾക്ക് ഇഷ്ടപ്പെടുകയില്ല. അവരിതെല്ലാം അന്താരാഷ്ട്ര ബന്ധങ്ങൾ ആക്കി കൂട്ടി കലർത്തി വച്ചിരിക്കുകയാണ്. ഈ യുദ്ധത്തിൽ ബോംബ് വീഴുന്നത് ഇറാനിലോ ഇസ്രായേലിലോ അമേരിക്കയിലോ ആണെങ്കിലും ഇവിടെ കിടക്കുന്ന എവിടെയോ കിടക്കുന്ന ഇറാൻ പോലെ ഇങ്ങിവിടെ കിടക്കുന്ന കേരളത്തിലാണ് യഥാർത്ഥത്തിൽ പുകയുന്നത്. ബോംബ് വീഴുന്നത് അവിടെയാണ്, പക്ഷേ പുകയുന്നതും യുദ്ധം ശരിക്കും നമ്മുടെ കേരളത്തിൻ്റെ അടുക്കളകളിലാണിപ്പോൾ. എല്ലാം അടച്ചു പൂട്ടിയില്ലേ, ഗ്യാസ് ഇല്ലല്ലോ. ചായ കുടി പോലും മുടങ്ങി, പച്ചവെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഒരു വലിയ അന്താരാഷ്ട്ര ബന്ധമുള്ള ഒരു വലിയ വിഷയമായിട്ടാണ് കാണേണ്ടത്. ഇവിടെ ഗ്യാസിൻ്റെ വില 50 രൂപ വെച്ച് വീട്ടിൻ്റേത് കൂടി, 70 രൂപ വെച്ച് നമ്മളുടെ ഹോട്ടലുകളുടേത് കൂടി, മണ്ണെണ്ണയ്ക്ക് 4 രൂപ വെച്ച് കൂടി, റേഷൻ മണ്ണെണ്ണയ്ക്ക്. ഇനി പെട്രോളും ഡീസലും കിട്ടാത്തൊരവസ്ഥ വരും. ഇവിടുന്ന് സാധനങ്ങൾ അങ്ങോട്ട് പോകാത്തതുകൊണ്ട് അവിടങ്ങളിൽ ഗൾഫിലുള്ള മലയാളികൾ കിടന്ന് പാടുപെടുകയാണ്. അവിടുന്ന് ഇങ്ങോട്ട് കിട്ടേണ്ടുന്ന സാധനങ്ങളും കിട്ടാതെ വരിക. ചുരുക്കി പറഞ്ഞാൽ യുദ്ധം നടക്കുന്നത് ഇറാനിലാണെങ്കിലും കഷ്ടപ്പെടുന്നത് മുഴുവൻ ഇന്ത്യക്കാരും, അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പേർ ബുദ്ധിമുട്ടുന്നത് എവിടെയാ? കേരളത്തിലാണ്. ഇനി നമുക്ക് എവിടെയെങ്കിലും കിടക്കുന്ന ഇറാനെന്ന് പറയാൻ പറ്റുമോ അഭിലാഷേ? നമ്മളെയല്ലേ ഇത് ഏറ്റവും അധികം ബാധിക്കുന്നത്. പക്ഷേ നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഈ യുദ്ധം വന്നാൽ ഇതിൽ ആദ്യം ഇടപെടേണ്ടതാരാ? നമ്മളുടെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിന് ഇതിനകത്തെങ്ങും ഒരു താല്പര്യവുമില്ല. അദ്ദേഹത്തിന് ബെസ്റ്റ് ഫ്രണ്ടിനെ സംരക്ഷിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയൊന്നും പറയില്ല. എന്ന് മാത്രമല്ല, നോക്കൂ, നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമില്ലാതാക്കുന്ന രീതിയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം തീർത്തത് ആരാണെന്നാണ് പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്? നമ്മുടെ ട്രംപാണെന്ന്. നമ്മുടെ പ്രധാനമന്ത്രി ഒരക്ഷരം അങ്ങനെ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇന്ത്യക്കാരായ 100ഓളം പേരെ ദേഹം മുഴുവൻ ചങ്ങലയും കഴുത്തിലും ഒക്കെ ഇട്ട് 40 മണിക്കൂർ അമേരിക്കയിൽ നിന്നും വിമാനത്തിൽ കയറ്റി ഡൽഹിയിൽ കൊണ്ടുവന്നിറക്കിയിട്ട് ഈ പ്രധാനമന്ത്രി ഒരക്ഷരം രാജ്യത്തിൻ്റെ 90ഓളം ഇന്ത്യക്കാരെ ചങ്ങലക്കിട്ട് മൂത്രമൊഴിക്കാൻ പോലും വിടാതെ ഈ രാജ്യത്തെ അപമാനിച്ചിട്ട് ഒരക്ഷരം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പം അദ്ദേഹവും മിണ്ടില്ല. അദ്ദേഹത്തിൻ്റെ അനുയായി അവിടെ കോട്ടിട്ട പാൻറ്റിട്ട മോഡിയെങ്കിൽ ഇവിടെ മുണ്ടുടുത്ത മോഡി, ആ വ്യത്യാസമേ ഉള്ളൂ. രണ്ടും ഒരേ തൂവൽ പക്ഷികളാണ്, സഖ്യകക്ഷികളാണ്. അതുകൊണ്ട് എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും കേരളത്തിൻ്റെ ജനങ്ങളുടെയും കേരളത്തിൻ്റെയും ഇപ്പോഴത്തെ അവസ്ഥ പരമ കഷ്ടത്തിലാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല.